നാരായണ 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 പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാരവേശമനിശം ഭാവയാമി മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ ശരണം അനന്യത്രാണൈക പ്രവണഹൃദയേ ദേവി ദിശമേധനം ധാന്യം സൗഖ്യം പരിചരണഭക്തിം ച വിനയം അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിയും സൽപ്രകര പരമാഹ്ലാദജനനീം ീരേഴുലകിന്നും വേരൈ വീളങ്ങുന്ന ആരൂദേശാവാപാദകൽപ്പം വേർപീരിയാതെ മാനതാരിലെപ്പോഴും ആവിർഭാവിപ്പാനാനുഗ്രഹിക്കൂ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കർക്കടവുമായി രാമായണ മാസം എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാൻ സാധിക്കട്ടെ. അതാണ് അടിയങ്ങളുടെ പ്രാർത്ഥന. എഴുത്തച്ഛൻ്റെ രാമായണം അതില് വളരെ വിശദമായിട്ട് രാമന്റെയും സീതയുടെയും ഹനുമാന്റെയും ലക്ഷ്മണന്റെ എല്ലാവരുടെയും കഥകള് വളരെ ഇതായിട്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദേവന്മാരുടെ ആവശ്യപ്രകാരം രാവണ നിഗ്രഹത്തിനായിട്ടാണ് ശ്രീരാമചന്ദ്രൻ ജന്മെടുക്കുന്നത്, അവതരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കതിൽ നിന്ന് ഒരുപാട് ഉൾക്കൊള്ളാനുണ്ടെന്ന് അർത്ഥം. രാമന്റെയും സീതയുടെയും ഹനുമാന്റെയും ഒക്കെ കഥകളിൽ നിന്ന് പലതും നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രന്റെ കഥകള് രാമായണം, ശ്രീരാമ രാമ രാമചന്ദ്ര എന്ന് പറഞ്ഞിട്ട് രാമന്റെ രാമായണം വളരെ നമ്പൂരായിട്ട്. അതേപോലെ തന്നെ പട്ടതിരിപ്പാട് നാരായണീയത്തിന് 34-35 ദശകങ്ങളിലായിട്ട് അത്ര ഭംഗിയായിട്ടാണ് രാമന്റെ കഥ വർണ്ണിച്ചത്, അല്ലെങ്കിൽ രാമായണത്തിലത്തെ കഥകൾ വർണ്ണിച്ചത്. ദശരഥന് കുട്ടികളില്ലാതെ സന്താനമില്ലാതെ കൊണ്ട് ഋഷ്യശൃംഗ ഋഷി പുത്രകാമേഷ്ടി യാഗം ചെയ്ത് അതിന്ന് കിട്ടിയിട്ടുള്ള പായസം പകുത്തു കൊടുത്തിട്ടാണ് ഈ 4 പുത്രന്മാരുണ്ടാവുന്നത്. വളരെ എത്ര ഭംഗിയായിട്ടാണ് നോക്കൂ. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേ സ്പൃശ്യ ശൃംഗേ പുത്രീയാവിഷ്ടിവിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃദേവായസാഗ്ര്യം തദ്ഭുക്ത്യാ തൽപുരന്ധ്രീഷ്വപി യസുഷു സമം യാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഒരുപാട് വളരെ വൃത്തിയായിട്ട് അതിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തില് നവമസ്കന്ധത്തിലാണ് 10-11 അധ്യായങ്ങളെ കൊണ്ടാണ് രാമായണ കഥ വർണ്ണിച്ചിട്ടുള്ളത്. രാമായണത്തോളം രസമായിട്ട് എന്ത് നല്ല അവതരണമാണ് രാമായണത്തിന്റെ. ഓരോ കഥകളിലും നമ്മളിങ്ങനെ ലയിച്ചു പോവതില് സങ്കടവും സന്തോഷവും ഒരുപാട് സമാധാനങ്ങളും എല്ലാം കൊടുക്കുന്ന ഒരു കാവ്യാണ് എഴുത്തച്ഛന്റെ രാമായണം എന്ന്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോ ശ്രീരാമചന്ദ്രൻ ആ കാട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് സമയത്ത് ആ കൗസല്യാദേവി ഭക്ഷണം കഴിക്കാൻ പറയുമ്പോഴേ ആ ഒരു വികാരനിർഭരമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ ജനിക്കാൻ പോകണേ ഉള്ളൂ, എന്നാലും എനിക്ക് ആ കഥയാണ് ആദ്യം ഓർമ്മ വരുന്നത്. അതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. ഉപ്പാടു കേകയ പുത്രിയാമമ്മയ്ക്കു മൽപ്പിത 2 വരം കൊടുത്തിടിനാൻ.
ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണീടിനാളാമുലാൽ. സീതാദേവിയുടെ ആ ഒരു കഥ, സീതാദേവി രാവണൻ കട്ടുകൊണ്ടുപോയ സമയത്തുള്ള വിഷമം, ഇതിനൊന്നുമല്ല. അവിടെ ആ കൗസല്യാദേവി വീണപ്പുണ്ടായുള്ളൊരു അവസ്ഥ ശ്രീരാമചന്ദ്രന്റെ. അതേപോലെ ദശരഥ മഹാരാജാവാണെങ്കിൽ അദ്ദേഹവും ആകെ വിഷമിതനായിട്ട് കാണപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് രാവണ നിഗ്രഹം കഴിഞ്ഞതിന് ശേഷവും രാമന് വീണ്ടും പരീക്ഷണങ്ങൾ തന്നെ ഉണ്ടായത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ രാമായണം എന്ന് പറഞ്ഞ കഥ 1-ാം തീയതി മുതൽക്ക് അങ്ങോട്ട് പാരായണം ചെയ്ത് അത് അവസാനിപ്പിക്കുമ്പോഴേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാതെ ഭഗവാൻക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. നമുക്ക് ഇതൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കി അതുപോലെ ജീവിക്കാൻ കഴിയണം നമ്മള്. അതാണത്. ഈ കഥകളിൽ നിന്നൊക്കെ ഉൾക്കൊള്ളാനുള്ളത് അതാണ്. നമ്മളൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചാൽ നല്ലത് വരും, എങ്ങനെയൊക്കെ ജീവിച്ചാൽ ദോഷമായിട്ട് തീരും, അത് മനസ്സിലാക്കി തരലാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ കാര്യമാണെങ്കിലും ശ്രീരാമചന്ദ്രന്റെ കാര്യമാണെങ്കിലും ഓരോരോ കാലത്ത് ഓരോരോ ആവശ്യത്തിന് വേണ്ടി 10 അവതാരങ്ങൾ ഇടുന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവതാരം കൃഷ്ണാവതാരവും രാമാവതാരവുമാണ്. ആ അവതാരങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ശ്രീകൃഷ്ണന്റെ കഥയൊക്കെ എടുത്താൽ എത്ര രസമായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നുണ്ടോ. ഓരോരോ കഥകളും, ആ കുചേല ബ്രാഹ്മണന്റെ കഥ, അതുപോലെ ആ കുറൂരമ്മയുടെ, വില്ലുമംഗലത്തിന്റെ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പ്രഹ്ലാദന്റെ, എല്ലാം നല്ലതല്ലാതെ ഒന്നുമില്ല എന്ന് പട്ടതിരിപ്പാടന്നെ പറയുന്നില്ലേ. ഈ ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. അപ്പോ രാമനും കൃഷ്ണനും ഒക്കെ ഒന്നാണ്. ഓരോരോ കാലത്ത് ഓരോന്ന് വായിച്ചാൽ അതിന് പ്രത്യേകത ഉണ്ട് എന്ന് പറയുന്നു എന്നല്ലാതെയുണ്ട്. രാമനെ ഭജിച്ചാലും കൃഷ്ണനെ ഭജിച്ചാലും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് കർക്കിടക മാസത്തിൽ എന്തായാലും രാമായണം വായിക്കുന്നതിന് രീതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും രാമായണം വായിക്കുക, രാമന്റെ കഥകൾ കേൾക്കുക, രാമന്റെ അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദർശനം നടത്തുക. ഇതൊക്കെയാണ് കർക്കിടക മാസത്തിൽ വേണ്ടത്. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഗുരുവായൂരപ്പനോടും ശ്രീരാമചന്ദ്രനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഹനുമാന്റെ ഒരു ശ്ലോകം ചൊല്ലിക്കിട്ട്, അതായത് ശ്രീരാമചന്ദ്രന് ഏറ്റവും വേണ്ടപ്പെട്ട ആളെ ഹൃദയം തുറന്ന് കാണിച്ചിട്ടുണ്ട്. എന്റെ ഹൃദയത്തിൽ രാമനും സീതയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആ ഹനുമാന്റെ ഒരു ശ്ലോകം കൂടി ചൊല്ലിയിട്ട് ഞാൻ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. സാമർഥ്യം മന്ത്രതന്ത്രങ്ങളിലുടയ മഹാബ്രാഹ്മണാഗ്രേസരന്മാർ, ആമട്ടിൽ പണ്ഡിതന്മാർ, കവികൾ, കരളുറപ്പുള്ള കയ്യാങ്കളിക്കാർ, കേമന്മാരാം നടന്മാർ, ഇവരുടെ ജനഭൂവാകം ആലത്തിയോരഗ്രാമം രക്ഷിച്ചു കൊണ്ടങ്ങനെ ശമരുളിടം ശ്രീഹനുമാൻ സഹായം. ശ്രീരാമചന്ദ്ര, ശ്രീകൃഷ്ണ കൃഷ്ണ, ഈ ലോകത്തിലെ സർവചരാചരങ്ങൾക്കും സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.